പ്രശാന്തട്ട, ഇറാൻ ഇതാ ഇസ്രായേലിനെ തകർത്തിരിക്കുന്നു. തുരുതുരാന്ന് മിസൈലുകൾ വിട്ടു. ഇസ്രായേലികളെല്ലാം ബങ്കറിനകത്ത് കയറി ഒളിച്ചു. സ്വാഭാവികമാണ്, അതൊരു പുതുമയുള്ള കാര്യമല്ല. അവിടുത്തെ സുരക്ഷാ സംവിധാനം അങ്ങനെ. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇറാൻ്റെ മുമ്പിൽ പകച്ചു. ഇറാൻ അടിച്ചു കയറുകയാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ചില ഞാനും രാവിലെ അങ്ങനെയാണ് ആ വാർത്ത കണ്ടത്. ഇറാൻ തിരിച്ചടിച്ചു, ഇസ്രായേൽ ഭയന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വാർത്ത കിടക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വേറെയൊക്കെ തപ്പിയപ്പോഴാണ് അങ്ങനെ സംഭവം അങ്ങനെയൊന്നുമില്ല. ഒരു മിസൈൽ അയച്ചു, അത് ആകാശത്ത് വെച്ച് തന്നെ. ഞാൻ ഒരെണ്ണത്തിനകത്ത് വായിച്ചത് ഇസ്രായേലിൻ്റെ അയൺ ഡോം തകർന്നു, ഇറാൻ തകർത്തു, പിന്നെ എന്താണ് തകർന്ന് ഇസ്രായേൽ, ഇനി രക്ഷയില്ല, ഇറാൻ ഇടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാനത് നോക്കിയപ്പോൾ അങ്ങനെ സംഭവമില്ല. ഈ മിസൈൽ ഇങ്ങോട്ട് വിട്ടു, അത് ഇസ്രായേൽ തകർക്കുകയും ചെയ്തു. അപ്പം ഭയങ്കര ആഘോഷമാണ് നമ്മുടെ ചില മാധ്യമങ്ങൾ. ഇതിനകത്ത് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഈ കാര്യങ്ങൾ ചിലത് പറയുമ്പോൾ എപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗം നിന്ന് പറയുന്നതൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. യഥാർത്ഥത്തിലുള്ള കാര്യമാണ് പറയുന്നത് മനസ്സിലാവുന്നു. ഇപ്പം പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നു, യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിനകത്ത് നമ്മൾ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒക്കെ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം ഇറാൻ ഏതാണ്ട് 198 ബാലിസ്റ്റിക് മിസൈൽ അയച്ചു. അവിടെ 3 ലെയർ അയൺ ഡോം സംവിധാനമാണുള്ളത്. ഒരെണ്ണത്തിനകത്ത് പറ്റില്ല, അടുത്തതിനകത്ത് മൂന്നാമത്തിനകത്ത് അവർ തകർത്തിരിക്കും. കാരണം ഇത്രയും ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ 10 ലക്ഷം ജനങ്ങളെ ജനവാസ പ്രദേശത്ത് വീണ് ആ ജനത ഉൾപ്പെടെ മരിക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ ശ്രമിച്ചത്. അതായത് യാതൊരു കരുണയും ഇല്ലാത്ത ഒരു യുദ്ധം. അല്ലെങ്കിൽ ഇതോടുകൂടി ആ രാജ്യത്തിൻ്റെ വലിപ്പവും ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ അറിയാം തീരണമെന്നുള്ളൊരു യുദ്ധമാണ് നടത്തിയത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഏതാണ്ട് 1-2 ചെറിയ മിസൈലുകൾ അവരുടെ ഈ വിമാനത്താവളത്തിൽ വീണു. ആ വിമാനത്താവളത്തിനൊന്നും സംഭവിച്ചില്ല, വിമാനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ആകപ്പാടെ ഈ 198 മിസൈലുകൾ വിട്ടതിനകത്ത് അവർക്ക് പറ്റിയത് ഒരാളുടെ മരണം. അത് പാലസ്തീൻ യുവാവാണ്. അത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രേക്ഷകരോടാണ് ഇത് വാർത്തകളെല്ലാം കേൾക്കുന്നവരാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാന്റെ കൂട്ടേ അല്ല ഇസ്രായേൽ. ഒരു ജനാധിപത്യ രാജ്യം, ഇന്ത്യക്കപ്പുറം ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രാജ്യത്ത് ആ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കും അവിടെ സ്വാതന്ത്ര്യം, അവർക്ക് സമരം ചെയ്യാം. അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ അവര് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധസമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധസമയത്തും ഓരോ ദിവസവും പബ്ലിക് ഡൊമൈനിൽ ഇത് മൊത്തവും കൊടുക്കുന്നുണ്ട്. അതായത് എത്ര പേര് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പട്ടാളക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരെ അവർ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്, എത്ര ടാങ്കറുകൾ കേടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വിമാനങ്ങൾ കേടായിട്ടുണ്ട്. ഇത്തരത്തിൽ പോലും ഡീറ്റെയിൽസ്. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ആക്സസ് ഉള്ളതാണ് ഇസ്രായേൽ. അവിടെ ഉണ്ട് നിലവിലവർ. കാരണം അവർക്ക് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദിനചര്യക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. ജോണിനറിയാമല്ലോ, അവിടെ പിള്ളേർ സ്കൂളിൽ പോകുന്നു, അവർ പോകുന്നു, യുദ്ധം വെളിയിൽ കൂടെ നടക്കുന്നു. അല്ലെങ്കിൽ ദിനചര്യക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് യുദ്ധം ഒരു ദിനചര്യ പോലെ ആയിട്ടുള്ള ജനം. അവിടെ മാത്രമല്ല സുരക്ഷിതമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ബങ്കറുകളുടെ പ്രശ്നം. ബങ്കറുകൾക്കകത്ത് 3 രാത്രി വന്നു. അവരന്നേരം ഓരോ മൊബൈലിനകത്തും അതിൻ്റെ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പ്രദേശത്താണെങ്കിൽ ആ ഒരു പ്രദേശത്ത് മാത്രം ബോംബ് വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് വലിയ ആധുനിക സംവിധാനമുണ്ട്. ഒരു മിസൈൽ എവിടെ പതിക്കും എന്ന് പോലും അവിടുത്തെ ജനതയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ സംവിധാനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറ്റം അപ്പോൾ എല്ലായിടത്തിനകത്തും അലാറം വന്ന് പറഞ്ഞാൽ 198 മിസൈലുകൾ വിട്ട സ്ഥിതിക്ക് രാജ്യത്തുടനീളം ജാഗ്രത പാലിക്കണം. അത് 3 വട്ടം വന്നു. ആദ്യത്തെ 1 വട്ടം വന്നു, രണ്ടാമത്തെ വീണ്ടും മിസൈലുകൾ വരുന്നു. 3 വട്ടമായിട്ടാണ് 198. 3 വട്ടം വന്നു. 3 വട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുന്നതിനെല്ലാം ബങ്കറുകളുണ്ട്, വീടുകൾക്ക് ബങ്കറുകളുണ്ട്, തിയേറ്ററുകൾക്ക് ബങ്കറുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾക്ക് ബങ്കറുകൾക്ക്. മാത്രമല്ല ഹൈവേയുടെ സൈഡുകളിൽ ബങ്കറുകളുണ്ട്. വണ്ടിയെ പോകുന്നവരൊക്കെ ഇത് അലർട്ട് കിട്ടിയാൽ ഉടനെ അവരുടെ അടുത്ത് ബങ്കറിൽ കയറും. അങ്ങനെയാണ് അവർക്ക്. കാരണം അവരുടെ കുറ്റമല്ലല്ലോ. അവർ ഈ രാജ്യം ഉണ്ടായ കാലം തൊട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ തിരിച്ചടിച്ചതിന് പറയുന്ന കാരണം പോലും കേട്ടാൽ ലോകത്താരും അംഗീകരിക്കത്തില്ല. കാരണം ഖൊമേനിയെ വധിച്ചതും നസ്രുള്ളയെ വധിച്ചതുമാണ് കാരണം. ഖൊമേനി നസ്രുള്ള ആരാ? അല്ല, ഖൊമേനിയെ വധിച്ചോ? അല്ല, ഖൊമേനി അല്ല. ഈ നേരത്തെ ഈ ഹമാസിന്റെ ഖൊമേനിയെ വധിക്കും. നാക്കിലൊക്കെ വന്നേ ഉള്ളൂ. അത് തീരുമാനമായിരിക്കുമോ? ഈ നാക്ക് പറയത്തില്ലേ, ചിലതൊക്കെ വലിക്കുമെന്ന്. അത് സംഭവിച്ചോളൂ. അപ്പൊ ഇതാണ് അവർ പറയുന്നത്. കാരണം ഇതാരാ? അവരുടെ പട്ടാളത്തിന്റെ മേധാവികളാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണ തലവന്മാരാണ്. അതായത് 2 ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ. അപ്പോൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആരാ?
ഇത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന് ഡയറക്റ്റ് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാത്തതിന് ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ വെച്ച് ഓരോ ദിവസവും ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ലോകത്തെല്ലാവർക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. എന്താ ഇപ്പം ഈ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനപ്പുറം ഒരു ദിവസം അവിടെ കയറി ഇത്രയും പേരെ ആക്രമിച്ചപ്പോഴാണ് യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ട്? ആ യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണം കൊണ്ടാണ് ഹിസ്ബുള്ളയെ ഒന്നും ചെയ്യാതെന്ന്. അതുവരെ ഹമാസിനെ ഒതുക്കുന്നിടം വരെ ഹമാസിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഹിസ്ബുള്ള ചുമ്മാതെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിന് മുമ്പ് എല്ലാ ദിവസവും ഉപദ്രവിക്കുമായിരുന്നു, അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അയൺ ഡോം സംവിധാനം കൊണ്ട് കളഞ്ഞിരിക്കുന്നതാണ്. അതായത് എന്നിട്ട് അവരെ ആക്രമിച്ചതിന് തിരിച്ചാക്രമിച്ചതെന്ന് ഇറാൻ പറയുന്നു. ഇറാൻ എന്ത് ഭാവിച്ച് തുടങ്ങിയേക്കുന്നത്? ആരോടാ തുടങ്ങിയേക്കുന്നത്? അവിടുത്തെ സംവിധാനങ്ങൾ വല്ലതും അറിയാമോ? അവിടെ കുറേ ഈ നിങ്ങൾക്കറിയാമല്ലോ, അത് അവിടുത്തെ മുൻ പ്രസിഡന്റ് മരിച്ചപ്പം ഹെലികോപ്റ്ററിനെ പറ്റി ഒരു ഡീറ്റെയിലിംഗ് മാധ്യമങ്ങൾക്കകത്ത് വന്നായിരുന്നല്ലോ. 28 കൊല്ലം മുമ്പ് അമേരിക്ക കൊടുത്ത ഹെലികോപ്റ്റർ ഇപ്പോഴും നട്ടും ബോൾട്ടും മുറുക്കി കൊണ്ടുപോവുക. അത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നീഷ്യൻസ് ഇല്ല. മാത്രമല്ല ഇവർക്ക് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള അതിൻ്റെ ഹെലികോപ്റ്ററുകൾ നശിപ്പിച്ചു, അതിൻ്റെ സ്പെയർ പാർട്സും അമേരിക്ക നശിപ്പിച്ചു. കാരണം ഇതൊരിക്കലും നന്നാക്കിപ്പോഴും ഇവർ ഉപയോഗിക്കാൻ പറ്റാത്ത അതേ പോയാണ് അപകടം പറ്റുന്നത്. അപ്പം അത്രയും പുറകോട്ടുള്ള ഒരു ടെക്നോളജിയും ഏറ്റവും മെക്കാനിസം ടെക്നോളജിയുമായിട്ട് ഇസ്രായേൽ നിൽക്കുകയാണ്. ആ ഇസ്രായേലിനോടാണ് കയറി ചൊറിയാൻ പോയിട്ട് ഇപ്പം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ രഹസ്യമായിട്ടും ഗറില്ല യുദ്ധമൊന്നും അല്ലല്ലോ. ഇവരെ ഗറില്ല യുദ്ധമുറയാണല്ലോ ഉപയോഗിക്കുന്നത്. അടിച്ചു അവിടെ അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഉപയോഗം എപ്പോൾ അയക്കുമെന്നും എപ്പോൾ വരുമെന്നും എവിടെ ചെല്ലുമെന്നും ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അറിയുന്നത്. ഇസ്രായേൽ പറഞ്ഞല്ലോ, ഇന്നലെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവി പ്രസ്താവനയോട് പറഞ്ഞിട്ടുണ്ട്, പശ്ചിമേഷ്യയിലെ ഏത് രാജ്യത്തെയും ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള കരുത്തും പ്രാപ്തിയും ഞങ്ങളുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമിക്കും. അതിനുവേണ്ടിയുള്ള കരുത്തുണ്ട്. എല്ലാവരും മനസ്സിലാക്കിയോ, നിങ്ങൾ നോക്കിയിരുന്നോ എന്നാണ് പറഞ്ഞത്. ഇറാനെ ആക്രമിച്ചിരിക്കും. ഇറാനെ ആക്രമിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. അത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ വരേണ്ടി. ഇറാനെ ആദ്യമേ അവർ ആക്രമിക്കാൻ പോകുന്നത് റിയാക്ടറുകളാണ്, ആണവ നിലയങ്ങളാണ് ആക്രമിക്കാൻ പോകുന്നത്. ആണവ നിലയങ്ങൾ ആക്രമിക്കും. രണ്ടാമത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും. മൂന്നാമത് അവരുടെ പവർ സപ്ലൈ, അതായത് കറണ്ട് സംവിധാനങ്ങൾ ഇരുട്ടിലാക്കും. നാലാമത് ഈ ഓയിൽ, അറിയാമല്ലോ, ഓയിൽ പാടങ്ങൾ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കും. എണ്ണപ്പാടങ്ങൾ മാത്രമാണ് ഇറാനിന്റെ ആകപ്പാടെയുള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക സ്രോതസ് ആക്രമിച്ചു കഴിയുമ്പോഴത്തേന് ഇറാൻ പട്ടിണിയാവും. അതായത് അമേരിക്കയിലെ ഇറാന് ചുറ്റുമുള്ള പ്രവിശ്യകൾ അല്ലെങ്കിൽ ആ നാറ്റോ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സൗദി ഉൾപ്പെടെയുള്ള 19 പ്രവിശ്യകൾക്ക് അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇറാനെ വളഞ്ഞു നിൽക്കുക അമേരിക്ക എന്ന്. അല്ലെ, അവർക്ക് ഈ അവരുടെ ബേസുകളുണ്ട്, അവരുടെ സൗഹൃദ രാജ്യങ്ങളാണ്. എന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സംവിധാനത്തെ പറ്റി അറിയാമല്ലോ. ഇനി അമേരിക്ക ഇല്ലെങ്കിൽ പോലും ഇസ്രായേലിനെ ആക്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക വേടം പറഞ്ഞ് ആക്രമിച്ചാൽ ഞങ്ങൾ കൂടെ കാണത്തില്ല, മൈൻഡ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അതിനുള്ള കരുത്ത് അവർക്കുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ആക്രമിച്ചാൽ അത് വലിയ ഭീകരമായ പ്രത്യാഘാതം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭീകരമായ പ്രത്യാഘാതം ഉണ്ടാവട്ടെ. ഇതൊക്കെ ആലോചിച്ചാൽ വിചാരിക്കുന്ന പോലല്ലോ ഒരു ആണവ നിലയെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ സാധാരണ യന്ത്രത്തോക്ക് കൊണ്ട് വെടിവെക്കുന്ന പോലുള്ളത് പോലല്ല. ഇതിന് 15 കൊല്ലം മുമ്പ് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി അനുവാദം നാറ്റോയോടും US-നോടും ചോദിച്ചാ. അതിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് വരും. അന്ന് കൊടുത്തിട്ടില്ല. ഇപ്പൊ അവർക്ക് അവസരം വന്നിരിക്കുക. ആണവ കേന്ദ്രം ആക്രമിച്ചാൽ ആ രാജ്യം തന്നെ ഇല്ലാതായി പോകും. ആ രാജ്യം തന്നെ ഇല്ലാതായി പോകുന്ന ആ രാജ്യത്തെ അവശേഷിപ്പിക്കുന്ന വിഷയമേ ഇല്ലെന്നുള്ള രീതിയിലാണ്. പക്ഷേ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹത്തിന് എതിർപ്പില്ല, ഇസ്രായേലിന് എതിർപ്പില്ല, ഭരണകൂടത്തിനോടാണ് എതിർപ്പ്. ആണവ നിലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആണവ ബോംബുകളല്ലത്. ആണവ നിലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആണവ നിലയം തകർക്കാന്ന് പറയുമ്പോൾ അതിന്റെ റിയാക്ഷൻ ആണവ നിലയങ്ങൾ റഷ്യ എത്രണ്ണം തകർത്തു, മറ്റിടത്ത് അവരുടെ എന്തുവാ റഷ്യയും യുക്രൈനിൽ എത്രണ്ണം തകർത്തു മനസ്സിലാവുന്നത്. അതായത് അതിന്റെ സംവിധാനങ്ങൾ മൊത്തം തകർക്കും, ടെക്നോളജീസ് മൊത്തം തകർക്കും. പിന്നെ അതിന്റെ ഈ വികരണം വരണമെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ബോംബിടണമെന്നുള്ളതേ ഉള്ളൂ. ഇതിനൊക്കെ പല രീതിയുണ്ട്. അതിന്റെ ഈ നിങ്ങളീ പറയുന്ന അത് മൊത്തത്തിൽ നശിപ്പിക്കുമ്പോഴാണ് ഈ ആണവ വിസരണം അല്ലെങ്കിൽ വികരണം എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് വേണ്ട. അതേ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ഒരു വയർ പൊട്ടിച്ചിട്ട് പോകണമെങ്കിൽ പൊട്ടിച്ചിട്ട് പോകാനുള്ള ആയുധ സംവിധാനം ഉള്ളതാണ് ഇസ്രായേൽ. ഇതിന്റെ ടെക്നോളജി വളരെ വലുതാണ്. നിങ്ങളീ പറഞ്ഞാൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൊക്കി പറയുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ചില ആൾക്കാരും ഒക്കെ ഇറാൻ ചെയ്യും എന്ന് പറയുന്നത് പാകിസ്ഥാനോട്ട് ഏറ്റുമുട്ടാൻ ഇറാൻ ഒക്കത്തില്ല. അറിയോ? പാകിസ്ഥാനോട്ട് നേരത്തെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവിടെ പാകിസ്ഥാന്റെ ബോർഡറിൽ കൊണ്ടുവന്ന് ഇവർ മിസൈൽ വെച്ചു. പാകിസ്ഥാൻ ഈ F-15 അവർക്ക് ഉണ്ടല്ലോ, F-16 എന്ന് പറഞ്ഞ വ്യോമസേന സംവിധാനമുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് വന്ന കാര്യം ഒതുക്കിയത്. അന്ന് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിൽ നിന്ന് നിർത്തി
നമ്മൾ ഈ പറയുമ്പം ഇറാനെയും പാകിസ്ഥാനെയും തുലനം ചെയ്യുമ്പോൾ ഈ പാകിസ്ഥാനോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യം ഇറാൻ. അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ ഇറാൻ എന്ന് പറയുന്നത്. അവിടാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയും ചില ആൾക്കാരും ഒക്കെ ഇറാൻ ഇപ്പൊ സാധിക്കും. അത് വേറെ സാധിപ്പാന്നേ ഉള്ളൂ. അല്ല, ഇറാൻ പറയുന്നത് ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയുക, അതിനുവേണ്ടി പേടിപ്പിക്കുക. പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു പറഞ്ഞ ഞാനീ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇറാൻ ഈ ഇങ്ങനത്തെ ഒരു ആക്രമണം ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഈ ഒരു ആക്രമണം നടത്തി ലോകരാജ്യങ്ങളെല്ലാം കൂടി കോംപ്രമൈസ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. കോംപ്രമൈസിന് ലോകരാജ്യങ്ങൾ ചെന്നു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നപ്പോൾ യാതൊരു വിധമായ കോംപ്രമൈസും ഇനിയും ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇത് പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകൾ എടുത്തു പറയുന്നുണ്ട്. ഇതുപോലെ 10ഓളം ഗ്രൂപ്പുകൾ, അതിൻ്റെ കൂടെ IS, 75 രാജ്യങ്ങൾ എതിരാ ഇസ്രായേലിന്. അറിയാം, അവസരം കിട്ടിയാൽ അടിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ കൂടാണ് ടെററിസ്റ്റ് ഗ്രൂപ്പും കൂടെ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർക്ക് സമാധാനത്തെ ജീവിക്കണ്ടേ? ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര കാലം കൊണ്ട് തുടങ്ങിയതാ ഈ ഒരു വിഷയം? ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര കാലം കൊണ്ട് തുടങ്ങിയ ഇസ്രായേലിനോടുള്ള വിഷയം? പട്ടിണി കിടന്ന് വെള്ളം കുടിക്കുക. അവിടുത്തെ രാജ്യത്തെ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമില്ല, ഭരണ സംവിധാനത്തിനകത്ത് ജനാധിപത്യമില്ല, ആൾക്കാരെതിരായി. ഈ രാജ്യത്തെ സൈനികമായിട്ട് തോൽപ്പിച്ചതിന് ശേഷം ആ രാജ്യത്തെ ഭരണകൂടത്തെ മാറ്റി ഈ ഇസ്രായേൽ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് ഇസ്രായേൽ അതിനകത്തു നിന്ന് പിന്മാറത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത്, പാകിസ്ഥാനോട് പോലും ഏറ്റുമുട്ടാൻ കരുത്തില്ലാത്ത ഇറാൻ ഇസ്രായേലിനോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി കഴിയുമ്പോൾ മനസ്സിലാവും. ഒന്നും രഹസ്യമായിട്ട് വെക്കാനില്ലാത്ത ഇസ്രായേൽ എല്ലാം പബ്ലിക് ഡൊമിനിയൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ എത്ര പേരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 7 പട്ടാളക്കാർ മരിച്ചു, ഉടനെ വന്നല്ലോ. ഇറാൻ്റെ എത്രണ്ണം മരിച്ചത്? ഏറ്റവും അവസാനം ഈ ശവശരീരം, ഈ നസറുള്ളയുടെ ശവശരീരം എടുത്തുകൊണ്ട് വന്നുകൊണ്ടല്ലേ അയാൾ ചത്തെന്ന് പറഞ്ഞു. അല്ലെ അയാൾ ഇപ്പോൾ ചത്തൊന്നും വരെ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. അപ്പം ആ രാജ്യവും ഈ രാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളിൽ കിടന്ന് ഈ മാധ്യമങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുമ്പോൾ ലോകത്ത് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ജനതയാണ് ഉള്ളതെന്നും, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ജനതയാണ് ഉള്ളതെന്നും മനസ്സിലാക്കി ഇതുപോലുള്ള തള്ളുകൾ തള്ളുക. ഇനിയും ഇവിടെ തള്ളി ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മരണമണി തന്നെ മുഴങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അക്രമത്തോടു കൂടി ഇറാൻ വീണ്ടും ഒരു 50 കൊല്ലം പുറകോട്ട് പോകും.